എടാ ഇന്ന് നമ്മളത് ഓസിലേഷനും വേവ്സിലും എന്താണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതെന്നുള്ള കാര്യമാണ് ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ സെറ്റ് ആക്കാൻ വേണ്ടി പോകുന്നത്. ഓസിലേഷൻ പ്ലസ് വേവ്സ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഓസിലേഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓസിലേഷന്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ചാണ്. പിന്നെ സിമ്പിൾ പെൻഡുലം, ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ കാണിക്കുന്ന രണ്ട് സിസ്റ്റംസ് സിമ്പിൾ പെൻഡുലം അതേപോലെ സ്പ്രിംഗ് മോഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ തന്നെ സ്പ്രിംഗ് പെൻഡുലം ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. സോ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സും. സോ ഫസ്റ്റ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കും വാട്ട് ഈസ് SHM, വാട്ട് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, അല്ലെങ്കിൽ ലിസ്റ്റ് എനി 2 കണ്ടീഷൻസ് ഫോർ എ മോഷൻ ഓഫ് എ ബോഡി ടു ബി സിമ്പിൾ ഹാർമോണിക് എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയേണ്ട ഉത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത്തേത് എന്താണ്? ഒന്നാമത്തേത് ഡിസ്പ്ലേസ്മെന്റ് ഷുഡ് ബി എ സൈനസോയിഡൽ ഫംഗ്ഷൻ ഓഫ് ടൈം. നമ്മൾ പഠിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കണം? സൈനസോയിഡൽ ആയിരിക്കണം. അതേപോലെ രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി proportional to displacement and is always towards the mean position. ഈ രണ്ടെണ്ണമാണ് ഒരു ബോഡി SHM ആണ് എന്ന് തീരുമാനിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഡിഫൈൻ SHM, വാട്ട് ഈസ് SHM എന്ന് ചോദിച്ചു കഴിഞ്ഞാലൊക്കെ എന്ത് ചെയ്താൽ മതി? ഈ 2 പോയിന്റ് പറഞ്ഞാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ സിമ്പിൾ പെൻഡുലത്തിന്റെ ഡെറിവേഷൻ. ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് സിമ്പിൾ പെൻഡുലം ഇൻ ഓസിലേറ്ററി മോഷൻ നമുക്ക് കാണിച്ചത് അവിടെ നമുക്ക് ഒരു ഡെപിക്ട് ചെയ്തിട്ടുണ്ട് പിക്ചറിൽ. മാർക്ക് ദി ഡിഫറെന്റ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോബ്. ആ ബോബിന്റെ മുകളിലുള്ള ഡിഫറെന്റ് ഫോഴ്സ് മാർക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിപ്പോ ഒരു സ്ട്രിങ്ങിനെ പിടിച്ച് വലിച്ച് ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ്. ഇതാണ് ബോബ്. ഓക്കെ, അപ്പൊ ബോബിന് താഴോട്ട് എന്തുണ്ടാവും? ബോബിന്റെ വെയിറ്റ് mg ഉണ്ടാവും. ബോബിന്റെ വെയിറ്റ് mg ഉണ്ടാവും. ഈ mgനെ നമ്മൾ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും റിസോൾവ് ചെയ്യാൻ പറ്റും. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. അപ്പൊ ഇവിടെ mg cos തീറ്റ, റൈറ്റ്? ഇവിടേക്ക് എന്ത് വരും? mg sin തീറ്റ. എടാ ഇതൊരു സ്ട്രിങ് ആണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ വലിച്ചു വെക്കുമ്പോൾ മേലോട്ടേക്ക് എന്തുണ്ടാവും? ടെൻഷനും കൂടെ സ്ട്രിങ്ങിന്റെ അകത്ത് ഉണ്ടാവും കേട്ടോ. സോ ഇതാണ് ഒരു പെൻഡുലത്തിന്റെ ബോബിന്റെ മുകളിൽ ഉണ്ടാവുന്ന ടോട്ടൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ടൈം പീരീഡ് ഓഫ് ദ സിമ്പിൾ പെൻഡുലം. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം? പെൻഡുലത്തിന്റെ ടൈം പീരീഡിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ ഇവിടെ ഇതേ പിന്നെ എന്താ പറയാ പിക്ചറും ഇതേ ഫോഴ്സും കാര്യങ്ങളും തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു പിക്ചർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ് ആണെങ്കിൽ ഇവിടെ ഒന്ന് വരച്ചുതരാം. ഇത് നമ്മുടെ മീൻ പൊസിഷൻ, ഇതാണ് നമ്മുടെ ബോബ്, ഇത് നമ്മുടെ തീറ്റ. ബോബിന് താഴോട്ട് mg ഉണ്ടായിരുന്നു. അപ്പൊ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ ഇത് തീറ്റ ആകും. ഇത് mg സൈൻ തീറ്റ, ഇത് mg കോസ് തീറ്റ. ഓക്കെ, ഇവിടെ ടെൻഷൻ ഉണ്ടാവും. സോ ഇവിടെ mg കോസ് തീറ്റ താഴോട്ടും ടി മേലോട്ടും ആകുമ്പോൾ ഇവര് രണ്ടുപേരും എന്ത് ചെയ്തോളും? ബാലൻസ് ചെയ്തോളും. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ടി ടെൻഷൻ ഈക്വൽ ടു mg കോസ് തീറ്റ. ടി അല്ല കേട്ടോ ടൈം പീരീഡ്. ഇനി നിങ്ങൾ നോക്കുക, ഇപ്പൊ ഇത് ബാലൻസ് ആയി. ഇനി ഈ ബോബിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ഏതാണ്? mg സൈൻ തീറ്റ അല്ലെ? ഈ ബോബിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. സോ നമുക്ക് പറയാം എഫ് റീസ്റ്റോറിംഗ് ഇസ് ഈക്വൽ ടു എന്താണ് മൈനസ് mg സൈൻ തീറ്റ എന്ന് പറഞ്ഞൂടെ? മൈനസ് mg സൈൻ തീറ്റ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ എന്തിട്ട് കൊടുക്കുന്നത്? മൈനസ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ ഈ എഫ് റീസ്റ്റോറിംഗ് ഫോഴ്സിന് നമ്മൾ വേറൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ? മൈനസ് kx. ഓർമ്മയുണ്ടോ? മൈനസ് kx വേണ്ട, നമുക്ക് ഇവിടെ കൊടുക്കാം. അതായത് ഫോഴ്സിന്റെ ഇക്വേഷൻ ഇല്ലേ? m ഇൻറ്റു a. ഓക്കെ, m ഇൻറ്റു a ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? മൈനസ് mg സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, ഇത് രണ്ടും കൊടുക്കാട്ടോ. ഇപ്പൊ നിങ്ങൾ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് kx കൊടുത്താലും കുഴപ്പമില്ല, എഫ് ഈക്വൽ ടു m ഇൻറ്റു a കൊടുത്താലും കുഴപ്പമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ m ഇൻറ്റു a കൊടുക്കുമ്പോൾ ആക്സിലറേഷനെ നമുക്ക് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ മൈനസ് kx ആണ് കൊടുക്കുന്നുണ്ടെങ്കിലോ കേക്ക് നിങ്ങൾ m ഒമേഗ സ്ക്വയർ ഇട്ട് കൊടുത്താൽ മതി. എങ്ങനെ പോയി കഴിഞ്ഞാലും സെയിം ഇക്വേഷനാണ് കിട്ടുക. ഓക്കെ, ഈ മൈനസും രണ്ട് സൈഡിൽ നിന്ന് പോയി, എമ്മും അതും പോയി. ഇനി ബാക്കി ആരാ ഉള്ളത്? ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു ജി സൈൻ തീറ്റ എന്നുണ്ടാവും. ഇത് വളരെ ചെറിയ ആംഗിളുകളുടെ ഓസിലേഷനിലൊക്കെ നമുക്ക് സൈൻ തീറ്റനെ എന്തെടുക്കാം? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്നെടുക്കാം. ഇപ്പൊ ഇക്വേഷൻ ഫൈനലി എന്തായിട്ട് മാറും? ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു ജി തീറ്റ എന്നായിട്ട് മാറും. ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു ജി തീറ്റ എന്ന ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇനി നോക്കുക. എടാ ഇത് ശരിക്കും ഓസിലേഷൻ ആണെങ്കിലും ഇതൊരു റൊട്ടേഷണൽ മോഷന്റെ പാർട്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ റൊട്ടേഷണൽ മോഷന്റെ കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യാം? ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് അല്ലെ? ആർക്ക് ബൈ റേഡിയസ്. അപ്പൊ ഇതൊരു സർക്കുലാർ മോഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ റേഡിയസ് എന്തായിരിക്കും? ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് L ആയിരിക്കും. സംശയമില്ലല്ലോ, ഇതാണ് സ്ട്രിങ്ങിന്റെ ലെങ്ത്. ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് L ആയിരിക്കും. എന്ത്? ആ ഒരു ഇതിങ്ങനെ കറങ്ങിയ ഒരു റൊട്ടേഷണൽ മോഷൻ ആണ്. ഇപ്പൊ എന്റെ കൈയാണ് ആ സ്ട്രിങ് എന്ന് വിചാരിക്കാം. ഓക്കെ, എന്റെ കൈ ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ ഈ കൈയല്ലേ റേഡിയസ് എന്ന് പറയുന്നത്. കണ്ടോ?
ഇതാണ് സ്ട്രിംഗ്, ആ ഒരു സർക്കിളിന്റെ അല്ലെങ്കിൽ സർക്കുലർ മോഷന്റെ റേഡിയസ് ആയിട്ട് വരിക L ആയിരിക്കും. അപ്പൊ ആർക്ക് ഏതായിരിക്കടാ? ഇതാണ് ആംഗിൾ. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന് പറയുമ്പോൾ ഇതാണ് ആർക്ക്. ഈ ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണ്. ആർക്ക് ഏതായിരിക്കും? ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എക്സ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാം. തീറ്റ ഈക്വൽ ടു എക്സ് ബൈ എൽ. തീറ്റ ഈക്വൽ ടു എക്സ് ബൈ എൽ. അത് നമുക്ക് ഇവിടെ കൊടുക്കാം. എന്ത് വരും? ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു ജി ഇൻറ്റു എക്സ് ബൈ എൽ എന്ന് വരും. എക്സ് എക്സ് വീണ്ടും കട്ട് ചെയ്തു. ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ജി ബൈ എൽ എന്ന് വരും. അപ്പൊ ഒമേഗ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡിലും റൂട്ട് എടുക്കുക. അപ്പൊ പുറത്ത് എന്ത് വരും? റൂട്ട് ജി ബൈ എൽ എന്ന് വരും. ഈ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π ബൈ ടി ആണ് അല്ലെ? 2π ബൈ ടി ഈക്വൽ ടു റൂട്ട് ജി ബൈ എൽ എന്ന് കിട്ടും. നമുക്ക് കണ്ടത് ടൈം പീരീഡ് ആണ്. അപ്പൊ ടൈം പീരീഡിനെ അങ്ങോട്ട് എടുക്കുക, ഇവരെ ഇങ്ങോട്ട് എടുക്കുക. ഇവരെ ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് 2π ബൈ റൂട്ട് ജി ബൈ എൽ എന്നാണ് വരിക. ഓക്കെ, അവര് റെസിപ്രോക്കൽ ആകുമ്പോൾ ഇവിടെ എന്ത് വരും? 2π ഇൻറ്റു റൂട്ട് എൽ ബൈ ജി. ഇവർ ഇപ്പുറത്തെത്തുമ്പോൾ റെസിപ്രോക്കൽ ആയിട്ട് മാറും. അപ്പൊ 2π റൂട്ട് എൽ ബൈ ജി ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ടൈം പീരീഡ് എന്ന് കിട്ടും. ഇതാണ് ടൈം പീരീഡ് കാണാനുള്ള ഡെറിവേഷൻ കേട്ടോ. അടുത്ത ചോദ്യം നോക്കണേ. വാട്ട് ഈസ് സെക്കൻഡ്സ് പെൻഡുലം? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സെക്കൻഡ്സ് പെൻഡുലം. സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പീരീഡ് 2 seconds ഉള്ള പെൻഡുലത്തിനെയാണ് നമ്മൾ സെക്കൻഡ്സ് പെൻഡുലം എന്ന് വിളിക്കുന്നത്. അതിന്റെ ലെങ്ത് കാണാൻ നിങ്ങൾ ഡയറക്റ്റ് ഈ ഇക്വേഷനിലേക്ക് കൊടുത്താൽ മതി. അതായത് ടി ഈക്വൽ ടു 2π റൂട്ട് എൽ ബൈ ജി ആണല്ലോ. ഓക്കെ, സെക്കൻഡ്സ് പെൻഡുലം ആയതുകൊണ്ട് ടി എത്രയാ? 2 ആണ്. അപ്പൊ 2 ഈക്വൽ ടു 2π റൂട്ട് എല്ലാണ് നമ്മൾ കാണേണ്ടത്. ജി തൽക്കാലം നമുക്ക് 10 എടുക്കാം. നിങ്ങൾ 9 പോയിന്റ് എടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഈ 2 ക്യാൻസൽ ചെയ്യും. ഓക്കെ, സോ 1 ഈക്വൽ ടു π റൂട്ട് എൽ ബൈ 10 ആയി. ഇനി ഈ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. അപ്പൊ 1 സ്ക്വയർ ഈക്വൽ ടു π സ്ക്വയർ ഇൻറ്റു ഇതിനെ സ്ക്വയർ എടുക്കുമ്പോൾ എൽ ബൈ 10 എന്ന് വരും. ഇനി എല്ലിനെ അവിടെ നിർത്താം, മറ്റേ രണ്ടാളെ അങ്ങോട്ട് കൊടുക്കാം. അപ്പൊ എൽ ഈക്വൽ ടു എന്ത് വരും? 10 മേലോട്ട്, π സ്ക്വയർ താഴെ, 10 ബൈ π സ്ക്വയർ, ആൻഡ് ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1. സോ സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണെന്നും കൂടെ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അത് 1 വേർഡ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട് കേട്ടോ. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ് ആണ്. ലോഡഡ് സ്പ്രിംഗിന്റെ ഇത് കാണാനും നിങ്ങൾ ലോഡഡ് സ്പ്രിംഗിലെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ് അല്ലെ? F ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ്. ഈ എഫിനെ നമുക്ക് എന്ത് എഴുതാം? എം എന്ന് എഴുതാം. എം എ ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് വരും. ഓക്കെ, ഈ ആക്സിലറേഷൻ എന്താണ്? മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. സോ എം ഇൻറ്റു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് കിട്ടും. ഇവിടെ എക്സ് എക്സ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും കെ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? എം ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഒമേഗ സ്ക്വയർ കാണാം. ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം താഴോട്ട്, അപ്പൊ കെ ബൈ എം. ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം ആണ്. ഇനി എന്ത് ചെയ്യണം? ഒമേഗ രണ്ട് സൈഡ് റൂട്ട് എടുക്കാം. ഒമേഗ ഈക്വൽ ടു എന്ത് കിട്ടും? റൂട്ട് കെ ബൈ എം എന്ന് കിട്ടും. ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π ബൈ ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് കെ ബൈ എം ആണ്. അപ്പൊ ടൈം പീരീഡ് കാണാൻ എന്ത് ചെയ്യണം? ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവർ ഇപ്പുറത്തെ സൈഡിലേക്ക് വരും. അപ്പൊ റെസിപ്രോക്കൽ ആയിട്ട് മാറും. അപ്പൊ 2π റൂട്ട് എം ബൈ 2. ഓക്കെ, ഇതാണ് സ്പ്രിങ്ങിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഉള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ കമ്പയർ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതായത് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ 1.7 ആണ്. വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഓൺ ദ മൂൺ ഇഫ് ഇറ്റ്സ് ടൈം പീരീഡ് ഓൺ ദ എർത്ത് ഇസ് 3.5 സെക്കൻഡ്. ഇപ്പൊ നിങ്ങൾ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണുന്ന ഇക്വേഷൻ കണ്ടു. എന്താ ഇക്വേഷൻ? 2π റൂട്ട് എൽ ബൈ ജി ആണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് മനസ്സിലായി ഒരു പെൻഡുലത്തിന്റെ ടൈം പീരീഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് എന്താണ്? അതിന്റെ ലെങ്ത്തും, അതായത് പെൻഡുലത്തിന്റെ സ്ട്രിങ്ങിന്റെ ലെങ്ത്തും അതിന്റെ ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ആണ്. ഇപ്പൊ എർത്തിലും മൂണിലും കൊണ്ടുപോയി വെക്കുമ്പോൾ ഒരേ നീളമുള്ള പെൻഡുലാണെങ്കിൽ നിങ്ങൾ എർത്തിൽ വെച്ചാലും മൂണിൽ വെച്ചാലും എന്താ വ്യത്യാസം വരും? ജിയിൽ വ്യത്യാസം വരും. അപ്പൊ അതിനനുസരിച്ച് എന്തും മാറും? ടൈം പീരീഡ് മാറും. അത് കണ്ടുപിടിക്കാനേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ എങ്ങനെയാ ചെയ്യാ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ, അതായത് ജി 3 തന്നിട്ടുണ്ട്. എത്ര അറിയോ? 1.7. ഇനി വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഓൺ മൂൺ ഇഫ് ഇറ്റ്സ് ടൈം പീരീഡ് ഓൺ ദ എർത്ത് 3 സെക്കൻഡ് ആണ്. അതായത് എർത്തിൽ 3.5 ആണ്. അപ്പൊ നമുക്ക് എഴുതാം എർത്തിൽ 3.5 ആണെങ്കിൽ 3.5 ഈക്വൽ ടു 2π റൂട്ട് എൽ ബൈ ജി. ഓക്കെ, ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൽക്ക് 9.8. 9.8. എല്ലാം നമുക്കറിയില്ല, രണ്ടിലും സെയിം ആയതുകൊണ്ട് ഞാൻ എല്ലാം നിന്ന് ഇടുന്നു. ഇനി മൂണിലേക്ക് പോവാണെങ്കിൽ ടൈം പീരീഡ് ഇൻ മൂൺ നമുക്കറിയില്ല. അപ്പൊ ഞാൻ ടി എം എന്ന് എഴുതി ഈക്വൽ ടു 2π റൂട്ട് ലെങ്ത് സെയിം ആണ് ഡിവൈഡഡ് ബൈ ജി നമുക്ക് തന്നിട്ടുണ്ട് 1.7 ആണ്. ഇനി ഞാൻ എന്താ ചെയ്യാ? ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഞാൻ ഇക്വേഷൻ നമ്പർ 1നെ ഇക്വേഷൻ നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ ഇക്വേഷൻ നമ്പർ 1 ബൈ 2. അപ്പൊ എന്ത് വരും? എൽ എച്ച് എസ് ടി എം ബൈ 3.5. ടി എം ബൈ 3.5 ഈക്വൽ ടു എന്ത് വരും?
2 pi root L by 1.7, 2 pi root L by 1.7 by 2 pi root L by 9.8. 2 pi root L എല്ലാം പോകും. ഇനി എന്ത് വരും? Pm by 3.5 is equal to root of 9.8 by 1.7 വരും. 9.8 by 1.7 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ Tm by 3.5 is equal to root 6 എന്ന് വരിക. 3.5 അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ ടൈം പീരീഡ് ഓഫ് മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 ഇൻറ്റു റൂട്ട് 6 ആണ് കേട്ടോ. 3.5 ഇൻറ്റു റൂട്ട് 6 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടൈം പീരീഡിൽ 3 കിട്ടും. ഇങ്ങനെ കമ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം? ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇനി വേവ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് വേവ്സിനെ കുറിച്ച് നിർബന്ധമായിട്ട് പഠിക്കണം. ഒന്ന് ട്രാൻസ്വേഴ്സ്, ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ. ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ വേവിന്റെ പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയുള്ള വേവ്സിനാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ ലൈറ്റ് വേവ്സ് പറയാം. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവിന്റെ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ വേവിന്റെ ഡയറക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ പിന്നെന്താ പറയുക, പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ് ആണ്. അങ്ങനെയുള്ള വേവുകളാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. എക്സാമ്പിൾ എന്താണ്? സൗണ്ട് വേവ്സ്. ഓക്കെ. പിന്നെ നമ്മളുടെ വേവിന്റെ എക്സ്പ്രഷൻ ആണ്. വേവിന്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഈക്വൽ ടു a സൈൻ kx പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേവ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഏതൊരു വേവിനെയും നമ്മൾ, ഒരു ട്രാവലിംഗ് വേവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു രീതിയാണ് y ഈക്വൽ ടു a സൈൻ kx പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5. ഓക്കെ. അതിൽ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ആൻഡ് a സൈൻ ഉള്ളിൽ kx എന്ന് വരുന്നതിൽ k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. k ഈക്വൽ ടു 2 pi by lambda ആണ്. അപ്പൊ ലാംഡ കാണാൻ നമുക്ക് കെയുടെ വാല്യൂ എടുത്താൽ മതി. പിന്നെ അതേപോലെ കെയുടെ കൂടെ ഉള്ള എക്സ് പ്ലസ് ഓർ മൈനസ് ഇല്ലേ, ആ എക്സ് പ്ലസ് ഓർ മൈനസ് ആണ് വേവിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ കാണിക്കുന്നത്. അതായത് അവിടെ എക്സ് പ്ലസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം വേവ് പോകുന്നത് നെഗറ്റീവ് എക്സ് ആക്സിസിലാണ്. അവിടെ വൈ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ വേവ് പോകുന്നത് നെഗറ്റീവ് വൈ ആക്സിസിലാണ്. അവിടെ ഇപ്പൊ കെ സെഡ് മൈനസ് ഒമേഗ ടി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വേവ് പോകുന്നത് പോസിറ്റീവ് സെഡ് ആക്സിസിലാണ്. ഓക്കെ. പിന്നെ ഒമേഗ ടി, ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആംഗുലർ ഫ്രീക്വൻസി 2 pi by t അല്ലെങ്കിൽ 2 pi. അപ്പൊ നമുക്ക് ഫ്രീക്വൻസിയോ ടൈം പീരീഡോ കാണാൻ എന്ത് ചെയ്താൽ മതി? ഒമേഗ യൂസ് ചെയ്താൽ മതി. റെഡി? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദ്യം വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ട്രാവലിംഗ് വേവിന്റെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ ജനറൽ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് ആദ്യം ചോദിക്കുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ചോദിക്കുന്നുണ്ട്. ആംപ്ലിറ്റ്യൂഡ് ആരായിരിക്കും ഇവിടെ? 0.005. അടുത്തത് വേവ് ലെങ്ത് ആ ചോദിച്ചത്. വേവ് ലെങ്ത് കാണാൻ നമ്മൾ ആരെ പിടിച്ചാൽ മതി? കെനെ പിടിച്ചാൽ മതി. എക്സിന്റെ കൂടെ, വൈന്റെ കൂടെ, സെഡിന്റെ കൂടെ അതുള്ള ആളായിരിക്കും എന്ത്? കെ എന്ന് പറയുന്നത്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 pi by lambda ആണ്. കെ ഈക്വൽ ടു 2 pi by lambda ആണ്. അപ്പൊ ലാംഡ കാണാൻ എന്ത് ചെയ്താൽ മതി? ലാംഡ ഇങ്ങോട്ട് കൊടുക്കുക. അപ്പൊ ലാംഡ ഈക്വൽ ടു 2 pi by k. 2 pi by ഇവിടെ k എത്രയാണ്? 80 ആണ്. സോ ഞാൻ 80 എഴുതി. എത്ര വരും? 5/40 ആണ് ഇവിടുത്തെ ലാംഡ വേവ് ലെങ്ത് എന്ന് പറയുന്നത് കേട്ടോ. ഇനി പീരീഡും ഫ്രീക്വൻസിയും അത് കാണാൻ ആരെ പിടിച്ചാൽ മതി? ഒമേഗനെ പിടിച്ചാൽ മതി. ഒമേഗ ഈക്വൽ ടു 2 pi ന്യൂ ആണ്. എത്ര വരും? ഒമേഗ ഇവിടെ എത്രയാ? 3. യുടെ കൂടെ ഉള്ളവരായിരിക്കും ഒമേഗ. സോ 3 is equal to 2 pi into ന്യൂ ആണ്. ന്യൂ നമുക്കറിയില്ല. അപ്പൊ ന്യൂ ഈക്വൽ ടു 3/2 pi എന്ന് കിട്ടും. ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3/2 pi എന്ന് വരും. ഇനി വേവ് എവിടെ ചോദിച്ചത്? ടൈം പീരീഡ് കൂടെ ചോദിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി 3/2 pi ആണെങ്കിൽ ടൈം പീരീഡ് നിങ്ങൾക്ക് അറിയാം 1 ഫ്രീക്വൻസി ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റെസിപ്രോക്കൽ വരും 2 pi/3. ഒക്കെ യൂണിറ്റ് ആണ് കേട്ടോ. ഫ്രീക്വൻസി ആണെങ്കിൽ ഹെർട്സ്, ടൈം പീരീഡ് ആണെങ്കിൽ സെക്കൻഡ്സ്. ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ നോക്കുക. ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറിക്കൽ കോൺസ്റ്റൻസ് എല്ലാവരും SI യൂണിറ്റിലാണ്. അപ്പൊ SI യൂണിറ്റ് എല്ലാവരും ഇട്ട് കൊടുത്താൽ മതി. ആംപ്ലിറ്റ്യൂഡ് ആകുമ്പോൾ ഡിസ്റ്റൻസ് അല്ലേ, അപ്പൊ മീറ്റർ വന്നിട്ട് കൊടുക്കുക. അതേപോലെ ടൈം പീരീഡ് ഫ്രീക്വൻസിക്കൊക്കെ ഹാർട്സ്, സെക്കൻഡ്സ് ആ രീതിയിലൊക്കെ എന്ത് ചെയ്യുക? ഇട്ട് കൊടുക്കുക. ആൻഡ് ലാംഡ വേവ് ലെങ്ത് ആണെങ്കിൽ മീറ്റർ കൊടുക്കുക. ചിലപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയും മില്ലിമീറ്ററിലാണ്, സെന്റിമീറ്ററിലാണെന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ഒക്കെ സെന്റിമീറ്ററിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ആ ലെവലിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ചോദിച്ചത് സ്പീഡ് ഓഫ് ദ വേവ് ആണ്. സ്പീഡ് ഓഫ് ദ വേവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? v ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാം ഒമേഗ ബൈ കെ ആണ്. വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് ഒമേഗ ബൈ കെ. അപ്പൊ ഇവിടുന്ന് ഒമേഗ എടുക്കുക 3 ആണ്, കെ എത്രയാ? 80 ആണ്. സോ ഇതായിരിക്കും വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what are the corrections made by Laplace in Newton's formula using Laplace equation find the correct speed of sound in air എന്ന് ചോദിച്ചു. അതായത് ന്യൂട്ടൺ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു ഐസോതെർമൽ പ്രോസസ് ആണെന്നായിരുന്നു ആര് പറഞ്ഞത്? ന്യൂട്ടൺ പറഞ്ഞു. അപ്പൊ ഈ ഐസോതെർമൽ മാറ്റിയിട്ട് ഇയാൾ എന്താക്കി? ലാപ്ലേസ് പറഞ്ഞു അത് അഡിയാബാറ്റിക് ആണ്. ഇത് ഒന്നാമത്തെ കറക്ഷൻ. ഓക്കെ. അത് കാരണം തന്നെ ഇക്വേഷൻ മാറി. ന്യൂട്ടൺ പറഞ്ഞ ഇക്വേഷൻ റൂട്ട് p/ρ ആണെങ്കിൽ അത് ന്യൂട്ടൺ പറഞ്ഞത് b ഈക്വൽ ടു p എന്നാണ് ന്യൂട്ടൺ പറഞ്ഞത്. ഇത് മാറ്റിയിട്ട് നമ്മളുടെ ലാപ്ലേസ് പറഞ്ഞത് b ഈക്വൽ ടു എന്താണ്? ഗാമ ഇൻറ്റു p ആണ്. അതായത് ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CP/CV, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ബൈ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ. ഇങ്ങനെയാണ് രണ്ട് കറക്ഷൻസ് വന്നത്. ഇനി കറക്റ്റ് സ്പീഡ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ എടുക്കുക.
വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഗാമ പി ബൈ റോ ആണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഗാമ എയറിന് എത്രയാണ്? 1.44 ആണ്. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁵5 പാസ്കൽ ആണ്. ആൻഡ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.293 ആണ്. ഇത് മൂന്നും അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓൾമോസ്റ്റ് ഒരു 328 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. റെഡി? അടുത്തത്, വാട്ട് ആർ സ്റ്റാൻഡിംഗ് വേവ്സ് ഓർ ഹൗ സ്റ്റാൻഡിംഗ് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ്? സ്റ്റാൻഡിംഗ് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഉള്ള രണ്ട് വേവുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇന്റർഫിയർ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പരിപാടിയാണ് സ്റ്റാൻഡിംഗ് വേവ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡിംഗ് വേവ്സിൽ നമുക്ക് 2 പോയിന്റുകളുണ്ട്, നോഡുകളും ആന്റി നോഡുകളും. ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ടുള്ള പോയിന്റിനെയാണ് നമ്മൾ നോഡ് എന്ന് വിളിക്കുക. ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആയിട്ടുള്ള പോയിന്റിനെയാണ് നമ്മൾ ആന്റി നോഡ് എന്ന് വിളിക്കുക. റെഡി? ഇനി ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇതിലെ ഡെറിവേഷൻ. ഏത്? നമ്മളുടെ സ്ട്രെച്ചഡ് സ്ട്രിങ്, ഓപ്പൺ ഓർഗൻ പൈപ്പ്, ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്, ഈ മൂന്നിന്റെ ഡെറിവേഷനും അതേപോലെ ഫ്രീക്വൻസീസിന്റെ റേഷ്യോ പ്രൂവ് ചെയ്യലും. ഓക്കെ, സോ അത് ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഫിഗർ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഒരു നോഡും തമ്മിൽ എത്ര ഉണ്ടാവും എന്ന് പറയാം. ഇൻ കേസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വേവ് വരച്ചു നോക്കിയാൽ മതി. ഇതൊരു ഫുൾ വേവ് ആണ്. ഓക്കെ, ഞാൻ സ്റ്റാൻഡിങ് വേവ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും സ്റ്റാൻഡിങ് വേവ്? ഈ കാണുന്ന ആൾക്കാർ നോഡുകളാണ്, ആണേ, ഇതൊക്കെ നോഡുകളാണ്. ഇത് ആന്റി നോഡാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇത് ഫുൾ എത്രയാ? ലാംഡ അല്ലേ? ഇത് മൊത്തം ഒരു വേവാ. ഒരു വേവിന്റെ ഫുൾ വേവ് ലെങ്ത്തിനെയാണ് നമ്മൾ ലാംഡ എന്ന് വിളിക്കുക. ഇത് മൊത്തം ലാംഡ. നിങ്ങൾ നോക്കി, ഇവിടെ ഒരു നോഡും ഇവിടെ ഒരു നോഡും ഉണ്ട്. ഇതെന്താ സംഭവം? ആ ലാംഡന്റെ വേവ് ലെങ്ത്തിന്റെ പകുതിയല്ലേ? ഒരു നോഡും നമ്മളുടെ ഡിസ്റ്റൻസ് എത്രയാ? λ/2 എന്നായിരിക്കും. ഓക്കെ, ഇനി ആന്റിനോഡ് നോക്കുക. ആന്റിനോഡ് എവിടെ കിടക്കുന്നത്? λ/2ന്റെ പകുതിക്ക്. അതായത് നോഡും ആന്റിനോഡും നമ്മളുടെ ഡിസ്റ്റൻസ് എത്രയാ? λ/2ന്റെ പകുതി, അതായത് λ/4. λ/2/2 വരും, അതായത് λ/4 എന്ന് വരും. ഇത് മനസ്സിലാക്കി വെക്കുക. എന്നിട്ടാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്? ഫിഗർ വെച്ച് സോൾവ് ചെയ്യുന്നത്. ഇത് 3 മോഡ് ഓഫ് വൈബ്രേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അധികം ക്വസ്റ്റ്യനകത്ത് 2 മോഡൊക്കെ ചോദിക്കാറുള്ളൂ. എന്നാലും 3 മോഡ് പഠിച്ചു വെക്കുന്നതാണ് സേഫ്റ്റി. സോ ഇത് മോഡ് നമ്പർ 1. ഓക്കെ, മോഡ് നമ്പർ 1ൽ ഇങ്ങനെയാണ് മോഡ് ഓഫ് വൈബ്രേഷൻ ഉണ്ടാവുക. ഇതാണ് നമ്മളുടെ ടോട്ടൽ ലെങ്ത് ഓഫ് സ്ട്രിങ്. ഇതൊരു സ്ട്രിങ് ആണ് കേട്ടോ. ആ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന സ്റ്റാൻഡിംഗ് വേവ്സ് ആണ് നമ്മൾ പറയുന്നത്. ആദ്യം സ്ട്രെച്ച്ഡ് സ്ട്രിങ്. സോ ഇത് സ്ട്രിങ്, അതിൻ്റെ അകത്തുള്ള വേവ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. സോ സ്ട്രിങ്ങിന്റെ ലെങ്ത് ഞാൻ L എന്ന് എടുത്തു. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മൾ ഈ വേവ് ആദ്യത്തെ മോഡ് വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഒരു നോഡും ഇവിടെ ഒരു ആന്റി നോഡ് കിട്ടാം. ഓക്കെ, സോ ഈ മൊത്തം ലെങ്ത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 നോഡല്ലേ? 2 നോഡിന്റെ ഇടയിലുള്ള ലെങ്ത് എത്ര? λ/2. അപ്പൊ മൊത്തം ലെങ്ത്തിന് നിങ്ങൾക്ക് λ/2 എന്ന് എഴുതും. അപ്പൊ λ = 2 മേലോട്ട് പോയാൽ 2L എന്ന് കിട്ടും. നിങ്ങൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ലാംഡ ആണ്. നമുക്ക് കാണേണ്ടത് ഫ്രീക്വൻസിയാണ്. ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ താഴോട്ട് വരുമ്പോൾ v/λ. അപ്പൊ v/ ഇവിടെ ലാംഡക്ക് പകരം 2L എന്ന് കൊടുക്കുക. ഇത് ആദ്യത്തെ മോഡിന്റെ ഫ്രീക്വൻസി ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക്സ് എന്ന് പറയും കേട്ടോ. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി v/2L. ഇനി അടുത്ത മോഡാണിത്. ഇവിടെ നമ്മൾ ടോട്ടൽ ലെങ്ത് L എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? L = എടാ നോക്ക്, ഒരു നോഡും ഒരു λ/2 ആയി. ഇത് അടുത്ത λ/2. അപ്പൊ മൊത്തം എത്ര λ/2 ഉണ്ട്? 2 λ/2. അപ്പൊ L = എന്താ എഴുതാം? 2 λ/2. 2 ക്യാൻസൽ ആവും. L = λ എന്ന് കിട്ടും. ഇക്വേഷനിലേക്ക് പോവാം. µ2 രണ്ടാമത്തെ മോഡിന്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ കാണുന്നത്. സോ µ2 = v/ എന്ത് വരും? Lന് പകരം ലാംഡ വരും. സോ v/λ. ആദ്യത്തേത് v/2L ആയിരുന്നു. സോറി, ലാംഡക്ക് പകരം L കൊടുക്കണം കേട്ടോ. v/L. സോ ആദ്യം v/2L ആയിരുന്നു. ഇതിന് ഇൻറ്റു 2 ചെയ്ത് നോക്കിക്കേ. 2 വെട്ടിയിട്ട് v/L എന്ന് കിട്ടും. അതായത് ഇതാ ഇവിടെ. അതായത് this is equal to 2µ1 ആണ്. അതുകൊണ്ട് തന്നെ this is called as second harmonics. ഇതിനെ നമ്മൾ സെക്കൻഡ് ഹാർമോണിക്സ് എന്ന് വിളിക്കും. റെഡി? അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർടോൺ എന്നും പറയാറുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മൂന്നാമത്തെ മോഡ്. നോക്കുക, എത്ര λ/2 ഉണ്ട്? 1, 2, 3. അപ്പൊ നിങ്ങൾക്ക് എഴുതാം L = 3 λ/2. അല്ലെ? 2 മേലോട്ട് 3 താഴോട്ട്. അപ്പൊ λ = 2L/3 എന്ന് കിട്ടും. റെഡി? ഇനി എന്ത് ചെയ്യാ? നേരെ വരിക, നമ്മളുടെ വെലോസിറ്റി കാണാം. v = ν/λ ആണ്. ν ഡിവൈഡഡ് ബൈ 3 ആണോ? അല്ല, സോറി, ν ഡിവൈഡഡ് ബൈ λ എന്ന് പറഞ്ഞാൽ 2L/3 ആണ്. 2L/3 മുകളിലെത്തും. അപ്പൊ 3µ/2L. അല്ല, എങ്ങനെയല്ല, സോറി, ന്യൂ ഈക്വൽ ടു v/λ അല്ലടാ, ന്യൂ ഈക്വൽ ടു v/λ ആണ് കേട്ടോ. സോറി. v/2L/3 ആണ് അത് മുകളിലെത്തും. v/2L ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇൻറ്റു 3 ആണ് മൂന്നാമത്തെ മോഡിന്റെ കിട്ടിയത്. സോ µ3 = നമുക്ക് എന്താ എഴുതാം? 3 × µ1 എഴുതാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരെന്താണ്? തേർഡ് ഹാർമോണിക്സ്.
അല്ലെങ്കിൽ സെക്കൻഡ് ഓവർടോൺ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ റേഷ്യോ കാണുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കുക, ഒന്നാമത്തെ മോഡിന് v/12, രണ്ടാമത്തേത് 2x v/12, മൂന്നാമത്തേത് 3x v/12. അപ്പൊ എന്നാമത്തേതിൽ നമുക്ക് എന്താ എഴുതാം, μn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n x v/12 ആയിരിക്കും. ഇനി നിങ്ങൾ അതിന്റെ റേഷ്യോ എടുത്ത് നോക്കിക്കേ, μ1:μ2:μ3 എടുത്ത് നോക്കിക്കേ. μ1 μ1 എന്ന് എഴുതാം, μ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 μ1 ആണ്, μ3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 μ1 ആണ്. അപ്പൊ നിങ്ങൾക്ക് റേഷ്യോ μ1 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1:2:3 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ഇനി നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ റേഷ്യോ സോൾവ് ചെയ്യാൻ ചോദിക്കുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ഫിഗർ വരച്ചിട്ട് ഈ ഇക്വേഷൻസ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റേഷ്യോ സോൾവ് ചെയ്യാം. അതല്ല മോസ്റ്റ് പ്രോബബ്ലി ചോദ്യം വരൽ ഈ ടൈപ്പിലാണ്. അതായത് ആദ്യം നിങ്ങളോട് ഫിഗർ വരയ്ക്കാൻ പറയും, എന്നിട്ട് നിങ്ങളോട് ഇത് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പൊ ആദ്യം നിങ്ങൾ ഫിഗർ മാത്രം വരച്ചാൽ മതി, നോഡും ആന്റിനോടും മാർക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ആദ്യം ഫിഗർ മാത്രം വരയ്ക്കുക, അതിനുശേഷം നിങ്ങൾ 1:2:3 പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിഗർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രൂവ് ചെയ്തോളണമെന്നില്ല. നമ്മൾ ഈ ജനറൽ ഇക്വേഷൻ എടുക്കുക, n × v/12. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, n-ന് 1 കൊടുക്കുക, അപ്പൊ നിങ്ങൾക്ക് μ1 കിട്ടും. n-ന് 2 കൊടുക്കുക, അപ്പൊ μ2 കിട്ടും. n-ന് 3 കൊടുക്കുക, μ3 കിട്ടും. അപ്പൊ അവര് തമ്മിലുള്ള റേഷ്യോ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, 1:2:3 പ്രൂവ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിക്ചർ ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാം. ഇനി ഓപ്പൺ ഓർഗൻ പൈപ്പാണ് ഫ്ലൂട്ട് എന്ന് പറയുന്നത്. ഫ്ലൂട്ട് എന്ന് പറയുമ്പോൾ രണ്ട് തരയും തുറന്നതല്ലേ, അതാണ് ഓപ്പൺ ഓർഗൻ പൈപ്പ്. അതിലാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫിഗർ മാത്രം പഠിച്ചു വെക്കുക, കാരണം ഇക്വേഷൻ എല്ലാം സ്ട്രക്ചർ സ്ട്രിങ്ങിന്റെ സെയിം ആണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓപ്പൺ ഓർഗൻ പൈപ്പിന്റെ ഇതാണ് ഒന്നാമത്തെ മോഡ്, ഇതാണ് രണ്ടാമത്തെ മോഡ്, ഇതാണ് മൂന്നാമത്തെ മോഡ്. ഇവിടെ എല്ലിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ, ബാക്കി എല്ലാ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ ആവട്ടെ, ഫസ്റ്റ് ഹാർമോണിക്സ്, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി, ഇതെല്ലാം സ്ട്രക്ചർ സ്ട്രിങ്ങിന്റെ സെയിം ആണ്. സോ ഇവിടെ നമുക്ക് ലെങ്ത് ഇപ്പം ഞാൻ എല്ലെന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലെന്ന് എങ്ങനെ എഴുതാൻ പറ്റും, L = ഇതിപ്പോ ഒരു നോഡും ഒരു ആന്റിനോഡും ആണ് അല്ലെ. നോഡും ആന്റിനോഡും നമ്മൾ എത്ര ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞത്, λ/4. ഇതൊരു λ/4, 2 λ/4. അപ്പൊ നമുക്ക് L = എന്ത് എഴുതാം, 2 λ/4 എന്ന് എഴുതാം. 2ഉം 4ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ λ/2 എന്ന് കിട്ടും. സ്ട്രക്ചർ സ്ട്രിങ്ങിൽ ഫസ്റ്റ് മോഡൽ നമുക്ക് എന്താ കിട്ടിയത്, L = λ/2. കണ്ടോ, ഇങ്ങനെ തന്നെയാണ് എല്ലാ കേസിലും വരിക കേട്ടോ. ഇവിടെ ആണെങ്കിൽ L = എന്ത് കിട്ടും, 1 2 3 4 λ/2 എന്ന് കിട്ടും, അതായത് 2 λ. ഓക്കെ, ഇനി ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 6 λ/4 എന്നാണ് വരിക. ആ ലെവൽ അപ്പൊ 3 λ/2 എന്ന് കിട്ടും. എങ്ങനെ പോയി കഴിഞ്ഞാലും സ്ട്രക്ചർ സ്ട്രിങ്ങിന്റെ സെയിം ഇക്വേഷൻസ് ആണ്. ആ ഫിഗർ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനേ ഉള്ളൂ കേട്ടോ. ഇനി ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്, ഒരു ഭാഗം ക്ലോസ്ഡും ഒരു ഭാഗം ഓപ്പൺ ആയിട്ടുള്ള പൈപ്പിനാണ് ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് എന്ന് വരിക. ഇപ്പൊ ഇവിടെ നിങ്ങളോട് ഇതുപോലെ എന്ത് ചെയ്യും, റേഷ്യോ പ്രൂവ് ചെയ്യാനൊക്കെ പറയും, അതെല്ലാം സ്ട്രക്ചർ സ്ട്രിങ്ങിന്റെ സെയിം ആണ് കേട്ടോ. ഇനി ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ഒന്നാമത്തെ മോഡ് വരിക. അപ്പൊ നിങ്ങൾ നോക്കുക, L = ഇതൊരു നോഡാണ്, ഇതൊരു ആന്റി നോഡാണ്. നോക്കിയാൽ എത്ര ഡിസ്റ്റൻസ് വരും, നോഡും ആന്റിനോടും തമ്മിൽ എത്രയാ, λ/4. നോഡും ആന്റിനോടും തമ്മിൽ λ/4. സോ λ = എന്ത് എഴുതാം, 4L എന്ന് എഴുതാം. λ = 4L എന്ന് എഴുതാം. ഇത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് കാണാം, ഫ്രീക്വൻസി കാണാം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v/λ ആണ്, അതായത് v/4L. ഇതാണ് നമ്മളുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ഇതാ രണ്ടാമത്തെ മോഡാണ്. രണ്ടാമത്തെ മോഡ് ഇങ്ങനെയാണ് വരിക. ടോട്ടൽ ലെങ്ത് എടുക്കുമ്പോൾ എത്ര കിട്ടും നോക്ക്, 1 λ/4, 2 3 λ/4. സോ 3 λ/4 വരും. അപ്പൊ 4 മേലോട്ട് 3 താഴോട്ട്. അപ്പൊ λ = എന്ത് എഴുതാം, 4L/3. ഇനി നിങ്ങൾക്ക് സെക്കൻഡ് മോഡിന്റെ ഫ്രീക്വൻസി കാണാം, v/4L/3 മോളിലെത്തും. അപ്പൊ 3v/4L. ദിസ് ഈസ് ഈക്വൽ ടു, ഒന്നാമത്തെ മോഡ് v/4L ആണ്, രണ്ടാമത്തെ എന്താ കിട്ടിയത്, 3 × v/4L, അതായത് 3 μ1 ആണ്. ഓക്കെ, അതുകൊണ്ട് ഇതിനെ സെക്കൻഡ് ഹാർമോണിക്സ് എന്ന് പോയിട്ട് വിളിക്കരുത്, ഇതിന്റെ പേര് എന്താണ്, തേർഡ് ഹാർമോണിക്സ് ആണ് കേട്ടോ. എത്രയാണ്, തേർഡ് ഹാർമോണിക്സ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർടോൺ ഒന്നും പറയാണ്ട്. ഇവിടെ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൽ എന്തില്ല, 2 4 6 8 ഈവൻ ഹാർമോണിക്സ് ഇല്ല, ആകെ ഓഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന് അടുത്തും കൂടി ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതാണ് മൂന്നാമത്തെ മോഡ്. എത്ര വരും, 1 2 3 4 5 λ/4. അപ്പൊ L = 5 λ/4, λ = 4 മേലോട്ട് 5 താഴോട്ട്, 4L/5. റെഡി. ഇനി μ3 കാണാം. μ3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v/4L/5 ആണ്. അപ്പൊ v/4L/5 മുകളിലെത്തും, 5v/4L. റെഡി. v/4L ആണ് ഫണ്ടമെന്റൽ. 5v/4L എന്ന് പറയുമ്പോൾ 5 μ1 ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരെന്താ, ഫിഫ്ത് ഹാർമോണിക്സ്. ഞാൻ പറയില്ലേ 4 ഉണ്ടാവില്ല. ഓക്കെ, റെഡി. അതുകൊണ്ട് തന്നെ ഇതിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് μn = എന്തായിരിക്കും, 2n - 1 v/4L ആണ്.
2n minus 1 v/4l ആയിരിക്കും കേട്ടോ. യെസ്, 2n minus 1 v/4l ആണ് എന്ത് വരുന്നത്, ഇതിന്റെ ജനറൽ ഇക്വേഷൻ വരുന്നത്, വേർ n equal to 1, 2, 3 etc. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ഇനി എന്ത് ചെയ്യാണ്, ഫ്രീക്വൻസി റേഷ്യോ കാണാണ്. μ1:μ2:μ3 കാണുമ്പോൾ μ1:μ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 μ1 ആണ്, μ3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 μ1 ആണ്. μ1 പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 1:3:5 എന്ന് കിട്ടും. ക്ലിയർ? റെഡി? ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് കാണുന്നത്, റേഷ്യോ കാണുന്നത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവാം, ആദ്യം ഫിഗർ വരയ്ക്കാനായിരിക്കും, എന്നിട്ടാണ് റേഷ്യോ ചോദിക്കുക. നിങ്ങൾ ആദ്യം ഫിഗർ വരയ്ക്കുക, രണ്ടാമത്തേതിൽ എന്ത് ചെയ്യുക, ജനറൽ ഇക്വേഷൻ എടുക്കുക, എന്നിട്ട് റേഷ്യോ കാണുക. റെഡി? ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾ ഈ ചാപ്റ്റേഴ്സിന്റെ അകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് നമ്മളോട് ഇടക്കിടക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മോസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആ ലെവലിൽ തന്നെ ഇതിനെ പഠിക്കാം, അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്.